ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്വീറ്റ് പൊട്ടാറ്റോ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത്. നല്ലൊരു ഹെൽത്തി ആയ റെസിപ്പിയും കൂടെയാണ്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ റെസിപ്പി. അത്രക്കും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത് വെച്ചാൽ ഇതുപോലെ ഒരു അരിപ്പ വെക്കുക കേട്ടോ. നല്ല റഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റീലിൻ്റെ തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ച പൊട്ടാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അത് കൈ വെച്ചിട്ട് ഒന്ന് വരുത്തി കൊടുക്കുക. അപ്പോൾ താഴേക്ക് വീഴും. പിന്നെ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരുത്തി കൊടുത്താൽ മതി. അപ്പം സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്നറിയോ? അപ്പോൾ അതിൻ്റെ അടിയിൽ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടാകും. ഇതാ ഇതുപോലെ. കാരണം എത്ര നമ്മൾ സ്മാഷ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു എന്താ പറയുക കട്ടൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിലൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ അരിപ്പയമ്മന്നൊക്കെ ഉള്ളതൊക്കെ കൊണ്ട് ആദ്യം എടുക്കാം. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു എന്താ പറയുക കോൺഫ്ലവർ വേണം കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കുറച്ചും പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഷുഗറാണ് വേണ്ടത്. ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇതുകൊണ്ടുള്ള പോലെ ഒരു 2 ടീസ്പൂണും കുറച്ചും വേണം. പിന്നെ അതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് കേട്ടോ, റൈസ് പൗഡർ. അതും ഇതേ കൊണ്ടുള്ള പോലെ തന്നെ അരിപ്പൊടി കുറച്ച് ഈ ഷുഗറിനേക്കാളും കോൺഫ്ലവറിനേക്കാളും കുറച്ച് കൂടുതൽ, ഒരു 1/2 ടീസ്പൂണോളം കൂടുതൽ നമുക്ക് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വേണം. അതായത് അധികമൊന്നും വേണ്ട, ഒരു ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ വേണ്ടി വരുള്ളൂ. അതുതന്നെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടാറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ, വേറെ ഒന്നും പണിയില്ല. അതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കറക്റ്റ് ആവണം എന്നുള്ളൂ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു ബോൾസാക്കി എടുക്കാം കേട്ടോ. ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഒരു ബോൾസാക്കി എടുക്കാം. പിന്നെ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ പൊട്ടാറ്റോ അതുപോലെ എന്താ പറയുക ഷുഗറൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പേപ്പറിലാകുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്, ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് അത് നല്ല ബ്രൗൺ കളറാണ് വരെ നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ വരെ അതിന് മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പം കിട്ടുന്നതാണ്. ഷെയർ ചെയ്യാൻ ഞാൻ പറയണില്ല, കാരണം ഷെയർ എത്ര പറഞ്ഞാലും ആരും ചെയ്യണില്ല. അന്നേരം ഒരു കുഞ്ഞ് എന്താ പറയുക ലൈക്കെങ്കിലും നിങ്ങളൊന്ന് ചെയ്യും പ്ലീസ്. അത് ചെയ്യാനൊന്നും ഇത്ര വല്ലാത്ത പണിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അതിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത്. പിന്നെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു.
കണ്ടു കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ്റെ അതേപോലെ ഉണ്ട്. അങ്ങനെ ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.